ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാൻ വന്നതാണ്. നമ്മുടെ വേടല്ലേ, വേടം റാപ്പറായിരുന്നു, അതിപ്പോൾ റേപ്പറായി. കാരണം ഇവനൊക്കെ ഈ പാട്ടി നായിൻ്റെ മോനെയൊക്കെ ഇങ്ങനെ ഈ സമൂഹത്തിലൊക്കെ ഇങ്ങനെ ആരാധിച്ച് കൊണ്ട് നടക്കുന്ന ഈ മുഖ്യമന്ത്രിനെ പോലെ ഉള്ളവരെയൊക്കെ വേണം പറയാൻ. മുഖ്യമന്ത്രി പിന്നെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, ഇവരെയൊക്കെ വേണം പറയാൻ. കാരണം ഇവരെയൊക്കെ വേണം പിന്നെ ഇവരുടെ പേരിൽ വേണം ആദ്യം ആക്ഷൻ എടുക്കുക. ഇവനൊക്കെ ആരാന്ന് വെച്ചിട്ട് ഇവൻ്റെയൊക്കെ വിചാരം ഈ റാപ്പർ. കാരണം ഒരു വനിതാ ഡോക്ടറെ പിടിപ്പിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അത് വേറൊരു പ്രശ്നമുണ്ട്. അവരുടെ ഫ്ലാറ്റിൽ പോയിട്ട് അവരോട് ഇവൻ്റെ ആരാധകരാണ്, ഈ ആരാധകർ ഒരുപാടുണ്ടല്ലോ, അതിലൊരു ആരാധികയാണ് ഇവൾ, ഈ വനിതാ ഡോക്ടർ. അവരുടെ പേരറിയത്തില്ല, എനിക്ക് അത് പറയാൻ പറ്റത്തില്ല, പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്ലാറ്റിൽ പോയി അവരെ അവിടുന്ന് പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. ആദ്യം അവരോട് ആരാധകരാണ്. അപ്പോൾ രണ്ടുപേരും സംസാരിച്ച് ഇവളങ്ങോട്ട് വിളിക്കുകയോ എന്തോ ചെയ്തു. അവൻ അവിടെ ചെന്നു, വേടം ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാളും നല്ല മധുരമായിട്ടുള്ള ചിരിയും സംസാരവും വർത്തമാനമൊക്കെയാണ്. അപ്പോൾ വേടൻ ചോദിച്ചു, ഞാൻ നിനക്ക് ഒരു ഉമ്മ തരട്ടെ? ശരി മോനെ വേടം, നീ എനിക്കൊരു ഉമ്മതാ, കുഴപ്പമില്ല, എനിക്ക് സമ്മതമാണ്, നീ ഉമ്മ തന്നാലും ഞാൻ കുഴപ്പമൊന്നുമില്ല. ശരി, ഒരു ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തപ്പോൾ നമ്മുടെ വേടന് വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. എന്ത് ചെയ്തെന്നറിയോ? വേടൻ അവരെ ബലമായിട്ട് പിടിച്ച്, പിന്നെ ഉള്ള കാര്യമൊന്നും പറയണ്ടല്ലോ, ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും റാപ്പർ വേടൻ എന്നുള്ള പേരിലാണ് റേപ്പ് ചെയ്യുന്ന വേടൻ, അതായത് എല്ലാവരും ബലാത്സംഗം ചെയ്യുന്ന വേടൻ എന്നാണ് പറയുക. ഇപ്പം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേപോലുള്ള പ്രവർത്തികളാണ് അവൻ്റെ ഭാഗത്തുള്ളത്. അവനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഡോക്ടറുടെ ഭാഗത്തും കംപ്ലയിൻ്റ് ഉണ്ട്. ഡോക്ടർ ആദ്യമേ ഇവനെ ഉമ്മ കൊടുക്കാൻ സമ്മതിച്ചു. ആദ്യമേ തന്നെ ഇവനെ പുറത്താക്കിയിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിലെന്താ ഇങ്ങനെയുള്ളവനൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇവൻ താഴ്ന്ന ജാതിക്കാരനാണെന്ന് വെച്ചാൽ അത് ഇവൻ്റെ പാട്ടുമുണ്ട്. ഇവൻ്റെ പാട്ട് അങ്ങനെയാണ്. പാട്ട് ആരാധകരാണ്, എത്ര പാട്ടുകാരെ നമ്മൾ ആരാധിക്കാനുണ്ട്. അപ്പോൾ യേശുദാസ്, NG ശ്രീകുമാർ, ഇവരെയൊക്കെ നമ്മൾ ആരാധിക്കണമല്ലോ. എന്താ ആരാധിക്കാത്തതിൻ്റെ കാര്യം എന്താ? അതുപോലെ തന്നെ പീഡന കേസിലാണ് സിദ്ദീഖിൻ്റെ പേരിലും ദിലീപിൻ്റെ പേരിലും മുകേഷിൻ്റെ പേരിലൊക്കെ ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട്. അന്ന് നമുക്ക് ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നമില്ല. അന്ന് ഇവിടെ ഈ കേരളത്തിലുള്ള മീഡിയകളും ഒക്കെ പാടെ കൊട്ടി ഘോഷിച്ച് നടക്കുമായിരുന്നു. ഇപ്പോൾ എന്തിനൊന്നും ആരും മിണ്ടാത്ത എന്താണ്? എന്നാലും ചില ന്യൂസ് ചാനലുകളൊക്കെ വരുന്നുണ്ട് ഈ ഇവൻ്റെ പേരിൽ, ഈ നാരിയുടെ പേരിലുള്ള ഈ പീഡന രംഗം. ഇവർ അമിത ലൈംഗിക ശക്തി എന്ന് പറയുന്നത്, നമ്മുടെ ഗോവിന്ദചാമി എന്ന് പറയുന്ന ആ ക്രിമിനലുണ്ടല്ലോ, ഏകദേശം അതേപോലുള്ള ഒരു ക്രിമിനലാണ് ഇവനും. കാരണം ഇവരൊക്കെ രണ്ടാമത്തെ ഗോവിന്ദചാമി എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെയാണ്. കേരളത്തിൽ രണ്ടാമത്തെ ഒരു ഗോവിന്ദചാമിയാണ്, വേറൊരു ഗോവിന്ദചാമി ഇതിൻ്റെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ മൂന്നാമത്തെ ഗോവിന്ദചാമിയാണ് എൻ്റെ കണക്ക് കൂട്ടലിൽ. കാരണം ഇവനൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കുന്ന ഈ സർക്കാരിനെയാണ് പിന്നെ ഞാൻ പറയട്ടെ, അവരെയാണ് കുറ്റം പറയേണ്ടത്. അവരുടെ പേരിൽ ഇങ്ങനെയുള്ള ഈ ശരിക്ക് അവരെ പൂട്ടാനും ആദ്യം. കാരണം ഇവനെയൊക്കെ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവനൊക്കെ എവിടെ വേദിയിലൊക്കെ പങ്കെടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു. അടുത്തിരിക്കുന്നു, ഇപ്പുറത്ത് വേറെ അംഗരക്ഷകരായിട്ട് കുറേ രാഷ്ട്രീയ നേതാക്കളും മറ്റവരും മറിച്ചവരും ഒക്കെ ഇരിക്കുന്നു. എന്തിനാ അതിൻ്റെ കാര്യം എന്താ? ഇവനൊന്നിങ്ങനെ തലയിൽ കൊമ്പിട്ട് ആരാധിക്കേണ്ട കാര്യം എന്താ? ഗായകരെന്താ? എല്ലാവരും പാട്ടുകാരാണ്, പാടുന്നവരൊക്കെ പാട്ടുകാർ തന്നെയാണ്. അങ്ങനെയാണ് എല്ലാവരും ആരാധിക്കണമല്ലോ. ഇതെന്താ ഈ ലോകത്തിൻ്റെ കടപ്പെന്താണ്? ഇത് അവസ്ഥ എന്താണ്? ശരി, ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ഇവൻ ചാടിക്കയറി, ഇവനെ അപ്പുറത്ത് തന്നെ ഇവനെ കാമമൂത്തിങ്ങനെ ഇവനെ ദാഹിച്ച് നിൽക്കുകയാണ്. ഇവന് എങ്ങനെയും ഒന്ന് വെള്ളം കളയണം, അത്ര തന്നെ ഉള്ളൂ. അതിപ്പം പ്രശ്നമായി. എന്തായാലും ഇപ്പോൾ ഡോക്ടർ പറയുന്നു, ഡോക്ടറെ ബലമായിട്ട് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് ഉള്ള പേരിലാണ് ഇപ്പോൾ കംപ്ലയിൻ്റ് എടുത്തത്. ഇപ്പോൾ വേടൻ പെട്ടതായിരിക്കാണ്. വേടനിപ്പോൾ തോന്നുന്നത് ചെയ്യേണ്ടിയിരുന്നില്ല അന്ന്. ആ സുഖത്തിനങ്ങ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആകെ പൊളിക്കുകയാണ്. ഇവനൊക്കെ പുറം ലോകം കാണിക്കരുത്, അവിടെ ഇടുക തന്നെ. അവന് സപ്പോർട്ട്. ഇവൻ കോടതിയിൽ ജാമ്യത്തിന് പോയി, അവിടെ ഇതായില്ല. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവൻ ചെയ്തതല്ല, ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയാണ് മാങ്ങാത്തൊലിയാണ്. വെറുതെ സംസാരിക്കൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പോലീസുകാരെന്തിന് ഇവനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ ആവശ്യം എന്താ? ഇത് സംസാരമൊന്നുമല്ല. ഇപ്പം 1-2 വേറെ സ്ത്രീകളുടെ പേരിൽ ഇവൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വേടൻ്റെ. ഇങ്ങനെ നാറികളൊക്കെ അല്ലേ ഈ ലോകത്തുള്ളത്. പിന്നെ ലോകം എങ്ങനെ ശരിയാവുക? കൊറോണ കുറേ കാലം ഒന്നും കളിച്ചില്ലേ? ഇതുപോലുള്ള നാറികളാണ് ഈ കേരളത്തിലും ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളത്. ഇങ്ങനെ ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട് ഇങ്ങനത്തെ.
മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് മലപ്പുറത്ത് പുത്തനത്താണിയാണ് ഇവിടെ ഒരു വ്യാപാരി, അയാൾ എന്തോ ഒരു സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ഒരാളെ അയാൾ ബസ്സിൽ കയറിയിട്ട് ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ശല്യം ചെയ്തു എന്നും അതൊരു കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ഈ ബസ്സുകാർ കറക്റ്റ് സമയത്ത് അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തില്ല. എന്നിട്ട് ബസ്സുകാരുടെ പേരിൽ ആക്ഷൻ എടുത്തപ്പം ബസ്സുകാർ ഇപ്പോൾ എന്ത് ചെയ്തു? പോലീസുകാർ ആക്ഷൻ എടുത്ത സമയത്ത് ബസ്സുകാരിപ്പോൾ കൂട്ടത്തോടെ സമരത്തിന് ഇറങ്ങിയെന്നോ പണിമുടക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നു. എന്തിനാണ് അതൊക്കെ? ആ സമയത്ത് കണ്ടക്ടറുടെ സമയോചിതമായ ഇടപെടൽ അയാൾ കൊണ്ട് വണ്ടി സ്റ്റേഷനിലാക്കുകയോ അതല്ലെങ്കിൽ ഇവരെ പിടിച്ചിറക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഇവനെ ബാക്ക് സീറ്റിലേക്ക് അവിടുന്ന് ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇതേപോലുള്ള ആളുകൾ. ഇവരെ സപ്പോർട്ട് ഇങ്ങനെ പീഡന വീരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിക്കാരും ഉണ്ടാവും, ഇതേപോലെ മുഖ്യമന്ത്രിമാരും ഉണ്ടാവും, മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാവും. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ വേടൻ്റെ കാര്യം തന്നെയാണ്. മറ്റേത് അവിടെ നിൽക്കട്ടെ, അതിന് പറയാൻ വാർത്ത ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഇവനൊന്നും ഇങ്ങനെ തലയെ കയറ്റി കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലേ? അയ്യോ, ലോകം കണ്ട് പാട്ടുകാരനെ വെച്ചിട്ട് എല്ലാവരും പാട്ട് പാടുന്നവരെല്ലാവരും പാട്ടുകാരാണല്ലോ. അവർക്കെന്താ പ്രസക്തി ഇല്ലാത്ത, അവർക്കെന്താ ഇതൊന്നും കൊടുക്കാത്തത്? MG ശ്രീകുമാർ യേശുദാസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്താ അവർക്ക് പ്രസക്തി ഇല്ലേ? അവർ പാട്ടുകാരല്ലേ? എത്ര കാലം മുന്നേ പാട്ടുകാരാണ്. ഇവർ സിനിമ പാടിയിട്ടുണ്ടോ? ഇവരെ സ്റ്റേജ് ഷോയിൽ പങ്കെടുത്തിട്ട് ഇവനവിടെ ഹാപ്പി ആവുകയാണ്. ഇവനെ 4 ആൾ പൊക്കി പിടിച്ച് ആരാധകർ വന്ന് കണ്ടവനെ, പെണ്ണുങ്ങളും ആണുങ്ങളെ കണ്ടവൻ ആരാധകർ ചുറ്റും കൂടി എന്തോ അത്ഭുത മനുഷ്യൻ്റെ മാതിരിക്കാണ്. അത്ഭുത മനുഷ്യനെ പോലെ ഉണ്ട് ഇവനെന്താ അത്ഭുതം ചെയ്തിട്ടുണ്ടോ? അതോ എന്തെങ്കിലും ദൈവത്തിൻ്റെ സാക്ഷാൽ ദൈവത്തിൻ്റെ ശക്തി എന്തെങ്കിലും ഇവനുണ്ടോ ഇവനിങ്ങനെ ആരാധിക്കാനായിട്ട്? ഇവൻ്റെയൊക്കെ ഈ സൂന മുറിച്ച് കളയുന്ന സമയമായി. മനസ്സിലായില്ലേ? ഇത് എല്ലാവരും കേൾക്കാനായിട്ടാണ് പറയുന്നത്. നാളെ ഇതുപോലുള്ള ആളുകളും ഞരമ്പ് രോഗികളുണ്ട്, ഇനിയുണ്ട് ഒരുപാട് ആളുകൾ ഇതുപോലുണ്ട്. സ്വന്തം പിതാവ് മകളെ ഗർഭിണിയാക്കിയിട്ട് വിദേശത്തേക്ക് മുങ്ങിയ കാര്യം അറിയാമല്ലോ, അതും ഈ കൂട്ടത്തിൽ പറയാം. വേടൻ്റെ കഥ മാത്രമല്ല. എന്നിട്ട് പിന്നെ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ച് നാളെ വിളിച്ച് പോലീസുകാരെ വിളിച്ച് അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു. അപ്പോൾ കുറ്റം സമ്മതിച്ചു. ഈ വേടനിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവയൊക്കെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവനൊക്കെ ശരിക്കും തൂക്ക് തന്നെ ചെയ്യേണ്ടത്. അവൻ്റെ മോന്തെ കണ്ണും മോറും കൂടി കണ്ടു കഴിഞ്ഞാൽ അവരെ മയിലിൻ്റെ മുടി അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. മാധ്യമങ്ങൾ ചില യൂട്യൂബേഴ്സൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്ത് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വർത്തമാനം പറയുന്നത്. അദ്ദേഹം എന്ന് പറയാൻ ഇവൻ ആരാണ്? ചേറ്റകൾ. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ ലേഡി ഡോക്ടർ കാര്യം പറയാം. ഈ കണ്ണി കണ്ടവരുടെയൊക്കെ പുറകെ ഇങ്ങനെ ആരാധന പാട്ട് മൂത്ത് ആരാധിച്ച് പോകുമ്പോൾ ഇവർക്കിത് സംഭവിക്കുക തന്നെ വേണം. അവനെ ആദ്യം തന്നെ അടിച്ച് പുറത്താക്കിയിരുന്നുണ്ടെങ്കിൽ രോഗിയാണ്. നിങ്ങളുടെ പാട്ടിനോട് എനിക്ക് ബഹുമാനമൊക്കെ അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് വഴിവിട്ട യാതൊരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് അവരാദ്യമേ ഒഴിവാക്കേണ്ടിയിരുന്നു. എന്നിട്ട് ഇപ്പോൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മനുഷ്യന്മാരെ കുറേയൊക്കെ ഉളുപ്പ് വേണം. എന്നിട്ട് അവൻ്റെ പേര് കംപ്ലയിൻറ്റ് കൊടുത്ത് അവനെ ഇപ്പം പൊക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകളൊക്കെ. അതുപോലെ വേറെ പെൺകുട്ടികളുടെ പേരിലൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അല്ല, പെൺകുട്ടികളുടെ ഇവൻ്റെ പേര് കംപ്ലയിൻ്റ് ഉണ്ട്. ഇവരിപ്പോൾ ഇവളെ നൈസായിട്ട് കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ കൊണ്ടു നടന്നു, ഇവരുടെ കാര്യങ്ങൾ സാധിച്ചു. അപ്പോൾ വേറെ പെണ്ണുങ്ങളായിട്ട് ഇവന് പരിചയമായി. അപ്പോൾ അവരുമായിട്ട് ഇവന് സെക്സ് ചെയ്യാനും അപ്പോൾ അത് ഇവളൊരു തടസ്സമാണ്. അപ്പോൾ ഇവളെ മര്യാദയ്ക്ക് ഇവളെ എങ്ങനെ തന്ത്രപൂർവ്വം ഒഴിവാക്കണം പറഞ്ഞ് ഇവളെ ഒഴിവാക്കിയതാണ്. അപ്പോഴാണ് ഇവൾ കൊണ്ടുപോയി പീഡനമാണ് മറ്റാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്. അതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ. ഈ 2 കൊല്ലക്കാലം 3 കൊല്ലക്കാലം 2021 മുതലാണ് ഇപ്പോൾ 2025 ഇത് പുറത്ത് വരുന്നത്. 4 വർഷക്കാലം ഇതുവരെ എന്തെടുക്കുമായിരുന്നു? 2021 2023 വരെയൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇത് അന്ന് ആ ഫസ്റ്റ് ദിവസം തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. ഇവരെ ഫ്ലാറ്റിൽ കയറി അന്ന് തന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, വൃത്തികെട്ടവനെയൊക്കെ. വല്ല ഉങ്ങുമരത്തിൻ്റെ ഇങ്ങനെ കഴപ്പുണ്ടെങ്കിൽ വല്ല ഉങ്ങുമരത്തിൻ്റെ മുകളിൽ കൊണ്ട് കയറട്ടെ. എന്നിട്ട് അങ്ങനെ കീപ്പോട്ട് ഊരട്ടെ. മുള്ളുമ്മേ കൂടി ഈ മുള്ള ഉള്ള മരത്തെ കയറിയിട്ട് പോരത്, ഇങ്ങനെ കീപ്പോട്ട് പോരണം. എന്നിട്ട് ഇവർ തോലൊക്കെ പോയി ചോര പൊട്ടിപ്പോരണം. എന്നാലേ അവൻ്റെയൊക്കെ സൂക്കേട് മാറുള്ളൂ. വേറെ ഉണ്ടല്ലോ ആൾക്കാർ, പെണ്ണുങ്ങളുണ്ടല്ലോ, ആണുങ്ങളുണ്ടല്ലോ. ഈ ഒരു ഇവൻ്റെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ളത്. കാരണം ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ പേരിലൊരു പിന്നെ ഇതുമില്ല, എക്സ്ക്യൂസും ഇല്ല. ഇവനെ ഇവൻ പെട്ടതല്ല. ചിലർ പറഞ്ഞാൽ അവനെ കുടിക്കിയതാണ്.
അങ്ങനെ ചെയ്യാത്ത ഒരാളെ അവനെ കുടിക്കുകയാണ്, മനഃപൂർവ്വം കുടിക്കുകയാണ്, അവൾ കുടിക്കുകയാണ്, ലേഡി ഡോക്ടർ കുടിക്കുകയാണ്. പിന്നെ ഈ ലേഡി ഡോക്ടറെ ഇവൻ പൈസ വാങ്ങിയെന്ന് പറയുന്നത്. പക്ഷേ ഇവൻ വേടം പറയുന്നത് അവൾ എൻ്റെ അടുത്തുനിന്ന് പൈസ പല വട്ടം മുതലാക്കിയെന്ന് പറയുന്നത്. 31,000 രൂപ ഇതിനെ ട്രെയിനിൽ കയറ്റി വിട്ടുന്നോ, ട്രെയിനിൽ കയറ്റാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തെന്നൊക്കെ ഇപ്പോൾ ഡോക്ടർ പറയുന്നു. ഇവൻ പറയുന്നത് അങ്ങനല്ല, എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ എന്നെ ചാറ്റ് ചെയ്യുകയാണ്. ഇവരെന്നെ മനഃപൂർവ്വം പിന്നെ തേജോവധം ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനും അതുപോലെ തന്നെ ഇവർക്ക് ദൂർത്തടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നു. ഇനി അതല്ല, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവൻ കഴിച്ചിലായി പോരുവാണെങ്കിൽ പോന്നോട്ടെ. എനിക്കിവൻ കഴിച്ചിലാകണമെന്നില്ല, രക്ഷപ്പെടണമെന്നുമില്ല, ഒന്നുമില്ല. ഇനി അതല്ല, ഇവൻ ശിക്ഷ അനുഭവിക്കണം. ഇവൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അയ്യോ, ഒരു പാട്ട് പാടുന്ന ഒരു ആരാധകരാണ്. അപ്പോൾ ഈ പാട്ട് പാടാൻ എന്നാൽ എല്ലാവരും പാട്ട് പാടിയതല്ലോ, ഇവർക്ക് എല്ലാവർക്കും ആരാധകരുണ്ടാവുമല്ലോ. ആരാധന മൂത്തിട്ടാണ് ഇപ്പോൾ ഈ കോലമായത്. ഈ പ്രശ്നം വന്നത് ഇതുപോലെ ഉള്ള പ്രശ്നമാണ്. ആദ്യം കുറേയൊക്കെ കാര്യങ്ങൾ ആലോചിക്കണം നമ്മൾ. ശരിയെന്നാൽ നിർത്താൻ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. ഓക്കെ.